നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഇതും നേടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വിഴിഞ്ഞം പദ്ധതി പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ പറഞ്ഞ വാക്കുകളാണിത്. അദ്ദേഹം പറയുന്നത് വളരെ ശ്രദ്ധേയമായൊരു കാര്യം കൂടിയാണ്. നമ്മുടെ നാട്ടിലൊന്നും നടക്കില്ല എന്നൊക്കെ ഉള്ള ഒരു പതിവ് പല്ലവിയുണ്ട്. ആ പല്ലവിയിൽ നിന്നും വ്യത്യസ്തമായി നമുക്കതും നേടാൻ സാധിച്ചു, നമ്മൾ അവിടം വരെ അറ്റൈൻ ചെയ്തു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആ ചടങ്ങിൽ പറയുന്നുണ്ട്. തീർച്ചയായും വിഴിഞ്ഞത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു തുറമുഖമായി നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്തെ വിഴിഞ്ഞം മാറുകയാണ്. ഇതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ സാമ്പത്തിക മേഖലയിൽ, കച്ചവട മേഖലകളിലൊക്കെ വലിയ മാറ്റം വിഴിഞ്ഞം മൂലം വരികയാണ്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും കൂടുതൽ പ്രകൃതി തന്നെ അനുകൂലമായി നിൽക്കുന്ന ഒരു ഘടകമുണ്ട് വിഴിഞ്ഞത്തിന്. സ്വാഭാവികമായ ആ തുറമുഖത്തിൻ്റെ ആഴം തുടങ്ങി മറ്റ് പല കാര്യങ്ങളും, നമ്മുടെ അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് അടുത്ത് നിൽക്കുന്ന അതിൻ്റെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ, അങ്ങനെ മറ്റ് പല കാര്യങ്ങൾ, വലിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ്, മറ്റ് പല തുറമുഖങ്ങൾക്കും ചെയ്യുന്നത് പോലെയുള്ള കൺസ്ട്രക്ഷൻസ് ഇവിടെ വേണ്ടി വരുന്നില്ല. സ്വാഭാവികമായിട്ടുള്ള പാറ കെട്ടുകൾ, അതുകൊണ്ടുള്ള ചില ബെനിഫിറ്റ്സ്, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായി നമ്മൾ ഇതിനു മുമ്പൊക്കെ പലപ്പോഴും സംസാരിച്ചതാണ്. എന്നാൽ എന്തായാലും ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രി കൂടി ഈ ചടങ്ങിൽ പങ്കെടുത്തത് രാജ്യത്തിനിത് സമർപ്പിക്കുകയായിരുന്നു. എന്തായാലും ഈ ചടങ്ങ് വളരെ രസകരമായിരുന്നു. കൗതുകപൂർവ്വം ആളുകളെല്ലാം ഏറെ നേരം ഈ ചടങ്ങ് നോക്കിക്കണ്ടിരുന്നു. അതുമാത്രമല്ല, അങ്ങനെ നമ്മൾ അതും കൂടെ നേടി എന്ന് പറയുമ്പോൾ ഇനിയും നമുക്കിനിയും പലതും നേടാനുണ്ട്. നമ്മളുടെ നേട്ടങ്ങളിൽ, ഇത്രയും നാളുള്ള നമ്മുടെ നേട്ടങ്ങളിൽ, പ്രത്യേകിച്ച് സർക്കാരുകളുടെയൊക്കെ നേട്ടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി വിഴിഞ്ഞം മാറിയിരിക്കുകയാണ്. വിഴിഞ്ഞത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ആരുടെ കുഞ്ഞാണ് വിഴിഞ്ഞം എന്നുള്ള ചർച്ചകൾ ഒരുപക്ഷെ ഇത്ര സജീവമായി നടക്കാനുള്ള ഒരു കളമൊരുങ്ങിയത് ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന വികസനം. തീർച്ചയായിട്ടും ഇനി വരുന്ന തലമുറകൾ ഈ വിഴിഞ്ഞം പോലെ ഒരു പോർട്ട് നമുക്കുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രോക്സിമിറ്റി, നമ്മുടെ നാട്ടിലാണ്, അതിൻ്റെ പ്രോക്സിമിറ്റി ഞങ്ങളുടെ ജില്ലയുമായി, അല്ലെങ്കിൽ ഞങ്ങളുടെ നാടുമായി അടുത്തുള്ള ഒരു സ്ഥലമാണ് വിഴിഞ്ഞം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അഭിമാനിക്കാനുണ്ട്. അപ്പോൾ അതാരാണ് കൊണ്ടുവന്നതെന്നൊക്കെ സ്വാഭാവികമായിട്ടും ആളുകൾ ആലോചിക്കുമല്ലോ. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ എല്ലാവരും അതിൻ്റെ പിതൃത്വം അവകാശപ്പെടുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായും ഒരുപാട് പ്രത്യേകതകളുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്. അതുപോലെ തന്നെ ഈ തുറമുഖം യാഥാർത്ഥ്യമായതോടുകൂടി അത് കേരളത്തെ ഏത് രീതിയിലുള്ള ഒരു വികസന കുതിപ്പിലേക്കായിരിക്കും നയിക്കുക എന്നതും ഏവരും ഉറ്റുനോക്കുന്ന കാര്യം തന്നെയാണ്. നമുക്കറിയാം, ലോകത്താകമാനം ഈ തുറമുഖ നഗരങ്ങളെല്ലാം വൻ നഗരങ്ങളായി വികസിച്ച ചരിത്രമാണ് നമുക്ക് കാണാനുള്ളത്. ആ രീതിയിൽ തന്നെയുള്ള ഒരു വികസനം തിരുവനന്തപുരത്തിലൂടെ കേരളത്തിലൂടെ രാജ്യത്തിന് തന്നെ ആ ഒരു വികസന നേട്ടം കൊയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്ക്, അല്ലെങ്കിൽ ഇതിനെ കൗതുകപൂർവ്വം നോക്കിക്കാണുന്നവർക്ക് എല്ലാവർക്കും തന്നെയുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ടിറ്റോ അതിലേക്ക് അത് സൂചിപ്പിച്ചു പോവുകയുണ്ടായി. ഒന്ന്, ഇതിൻ്റെ പ്രകൃതിദത്തമായി തന്നെയുള്ള ഈ തുറമുഖത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. 20 മീറ്റർ ആഴമാണ് പ്രകൃതിദത്തമായി ഈ വിഴിഞ്ഞം തുറമുഖത്തിനുള്ളത്, അല്ലെങ്കിൽ വിഴിഞ്ഞം കടലോരത്തിനുള്ളത്. അവിടെയാണ് നമ്മൾ ഇത്ര വലിയ സാങ്കേതിക തികവുള്ള ഒരു തുറമുഖം പണിയുകയും ചെയ്തിരിക്കുന്നത്. ലോകത്തെ മറ്റ് പല പ്രമുഖ തുറമുഖങ്ങളോടും കിടപിടിക്കത്തക്ക രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് ഏതാണ്ട് 10 നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണ് ഉള്ളത്. 10 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 18 കിലോമീറ്റർ മാത്രമാണ് വരുന്നത്. 1 മണിക്കൂറിനകം അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്നും ഈ വിഴിഞ്ഞം തുറമുഖത്തെത്തി കപ്പലുകൾക്ക് ബർത്ത് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഈ തുറമുഖത്തിനുള്ളത്. അങ്ങനെ പ്രകൃതിദത്തമായ സൗകര്യങ്ങൾ, മറ്റ് എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു തുറമുഖം തന്നെയാണ്. അവിടെയാണ് അദാനി പോർട്സ് ഇത്ര മികച്ച രീതിയിൽ ഒരു തുറമുഖം പണിതത്. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ വാർത്തകളിലൂടെ പുറത്തു വരികയുണ്ടായി. എത്രത്തോളം സാങ്കേതിക തികവുണ്ട് ആ തുറമുഖത്തിന് എന്നത്.
ഏറ്റവും അത്യന്താധുനികമായ സൗകര്യങ്ങളെല്ലാം തന്നെ അവിടെയുണ്ട്. ഏറ്റവും വലിയ കപ്പലുകൾക്ക് പോലും മദർഷിപ്പുകൾക്ക് പോലും അവിടെ ബർത്ത് ചെയ്യുവാനും കണ്ടെയ്നറുകൾ ഇറക്കുവാനും കൈമാറ്റം ചെയ്യുവാനും എല്ലാമുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു തുറമുഖം. അത് കേരളത്തിന് യാഥാർത്ഥ്യമായിരിക്കുന്നു. ആ യാഥാർത്ഥ്യമായതിലൂടെ കേരളത്തിന് ഇനി എന്തെല്ലാം വികസന നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നത് തന്നെയാണ് ഇതിൻ്റെ പിതൃത്വം അവകാശപ്പെടാൻ ഏവരെയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. അത് തന്നെയാണ് ടിറ്റോയും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. കാരണം ആ വികസന നേട്ടങ്ങൾക്ക് പിന്നിൽ തങ്ങളാണ് എന്ന അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ ചർച്ചകൾ അത്രമേൽ സജീവമായിട്ടുണ്ട്. അതിൻ്റെ അവകാശവാദങ്ങൾക്കൊപ്പം അതിൽ നിന്ന് പലരെയും തമസ്കരിക്കാനുള്ള ശ്രമങ്ങൾ അതെല്ലാം തന്നെയാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ പോലും ഉണ്ടാകുകയും ചെയ്തത്. എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നു, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു എന്നത് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ അറിഞ്ഞിരുന്നതാണെങ്കിൽ കൂടിയും ഇപ്പോഴുള്ള, അതായത് ഇന്നലെ വൈകുന്നേരം പ്രധാനമന്ത്രി വന്നതും ഇന്ന് ചടങ്ങിൽ പങ്കെടുത്തതും പോകുന്നതും വരെയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉറ്റുനോക്കിയിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ജമ്മു കാശ്മീരിലുണ്ടായ തീവ്രവാദി ആക്രമണം, അതിനുശേഷം സ്വാഭാവികമായും നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രധാനമന്ത്രിയാണല്ലോ. അപ്പോൾ പ്രധാനമന്ത്രിയുടെ സുരക്ഷ, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും പ്രത്യേകിച്ച് കേരളത്തിലേക്ക് പ്രധാനമന്ത്രി വരുന്നതൊക്കെ കൊണ്ട് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം കൂടെ നേടിയിരുന്നു. സ്വാഭാവികമാണ്, വിഴിഞ്ഞത്തിൻ്റെ കമ്മീഷനിങ് അതിനൊരു വാർത്താ പ്രാധാന്യമുണ്ട്. പക്ഷേ ഇത് നടക്കുന്ന സമയവും അങ്ങേയറ്റം വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ടൈമിലാണ്. പ്രത്യേകിച്ച് നമ്മൾ പാകിസ്ഥാനുമായിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നൊരു സമയത്ത്. എന്നാൽ ഇന്ന് വേദിയിൽ പ്രസംഗത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒന്നും പറയാതെ തന്നെ മുഖ്യമന്ത്രി ഈ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് ആദരാഞ്ജലികളൊക്കെ അർപ്പിച്ചു. ഇത് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ് എന്ന് അദ്ദേഹം പറയുക കൂടി ചെയ്തു. പക്ഷേ അതിനൊക്കെ ശേഷം പ്രധാനമന്ത്രി എനിക്ക് തോന്നുന്നു വളരെ കൂളായിട്ടാണ് സംസാരിച്ചതെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പിണറായി വിജയൻ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആളാണ്, ശശി തരൂരുമുണ്ട്. എന്തായാലും നമ്മളൊക്കെ ഇങ്ങനെ ഇവിടെ ഒന്നിച്ച് ഇരിക്കുന്നത് ചിലരെ അതൊക്കെ അസ്വസ്ഥതപ്പെടുത്തുമെന്ന് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ ഒന്ന് പറയാതെ ഒരു ഒളിയമ്പ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതുമാത്രമല്ല, അദ്ദേഹം വളരെ കൃത്യമായി പ്രധാനമന്ത്രി വി എൻ വാസവനെയോടുള്ള ഒരു ഇതായിട്ട് പറഞ്ഞതായിരിക്കില്ല. നിങ്ങൾ ആ പ്രസംഗം പ്രേക്ഷകർ കേട്ടതാണ് എന്ന് ഞങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് ഒരു അദാനി നമ്മളുടെ പ്രധാനപ്പെട്ട പാർട്ട്ണറായിരുന്നു എന്ന് വി എം വാസവൻ സ്വാഗത പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ കേട്ടില്ലേ, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പറയുകയാണ് അദാനി ഒരു സ്വകാര്യ, നമുക്കറിയാം അദാനി ഒരു വൻകിട കുത്തക മുതലാളിയാണ്, അദ്ദേഹവും നമ്മുടെ പാർട്ട്ണറാണ് എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ഒരു അംഗം പറയുകയാണ്. കണ്ടില്ലേ, അതാണ് മാറ്റം എന്ന് ആണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്തായാലും പ്രധാനമന്ത്രി വേദിയിലിരുന്ന് BJP സർക്കാരിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് അദാനി. ആ അദാനി ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കും പാർട്ട്ണറാണ് എന്ന് ഒരു മന്ത്രി പറയുന്നതിലെ കാര്യമാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. തീർച്ചയായും അത് ഒരേ സമയം തന്നെ നമ്മളെ ഒന്ന് ചിരിപ്പിക്കുകയും എന്നാൽ അതിലുപരി ചിന്തിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം വി എം വാസവൻ ഈ കാര്യത്തിൽ ചില വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് PPP മോഡൽ, പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് മോഡൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചതാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള സഹകരണമാണ് എന്നൊക്കെ അദ്ദേഹം പറയുകയും മറ്റും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രധാനമന്ത്രി പ്രത്യേകിച്ച് ഈ വേദിയിൽ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു 45 മിനിറ്റിനടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗിക്കാനുള്ള സമയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ വിശദമായി പല കാര്യങ്ങളും പറഞ്ഞു. അദ്ദേഹം മാർപ്പാപ്പയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് വരെ പറഞ്ഞു, ശങ്കരാചാര്യരെക്കുറിച്ച് ആദ്യം പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞാണ് വന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു തമാശയായി പറയുകയും ചെയ്തു, നമ്മുടെ അദാനിക്ക് ഗുജറാത്തിൽ 3 പോർട്ടുകളുണ്ട്, പക്ഷേ അദ്ദേഹം ഏറ്റവും നല്ല പോർട്ട് ഉണ്ടാക്കിയത് ഇവിടെ നമ്മുടെ വിഴിഞ്ഞത്തിലാണ്. എന്തായാലും അക്കാര്യത്തിൽ ഗുജറാത്തികളായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ അദാനിയോടൊന്ന് പിണങ്ങും, അദ്ദേഹത്തോട് ഈ കാര്യം ഒന്ന് ചോദിച്ചേക്കുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ സന്തോഷവാനായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഈ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞു. മുഖ്യമന്ത്രിയാണെങ്കിലും പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് ഇത് ഇടതുപക്ഷ സർക്കാരിൻ്റെ വലിയ വിജയമാണ്. കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ സർക്കാരാണല്ലോ കേരളത്തിലുള്ളത്, 9 വർഷത്തിലധികമായി. എന്തായാലും അപ്പോൾ അതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനമായി പല ആളുകളുടെയും പേരുകളൊക്കെ എടുത്ത് സൂചിപ്പിച്ചു. എന്നാലും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഇടതുപക്ഷ സർക്കാരുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയാണ് എന്നാണ് അദ്ദേഹം ഊന്നി പറഞ്ഞത്. എന്നാൽ അദ്ദേഹം ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടിയുടെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ പേരോ പരാമർശിക്കാതിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രത്യേകം നോക്കിയിരുന്നു എന്നും എനിക്ക് ഫീൽ ചെയ്തു. അത് സ്വാഭാവികമായിട്ടും അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ മുഖ്യമന്ത്രി അത് പറഞ്ഞില്ല. എന്നാൽ
അതിനോട് ഏതാണ്ട് ഇരട്ടിയായിട്ട് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ സൈബർ ഇടങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ്സുകാർ വിഴിഞ്ഞം പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയത്, അല്ലെങ്കിൽ അതിൽ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ എടുത്ത ആൾ ഉമ്മൻചാണ്ടിയാണ് എന്ന് പലരും പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇന്ന് രാവിലെ നമ്മുടെ ഈ കോവളത്ത് നിന്നുള്ള വിൻസെൻ്റ് അങ്ങ് പുതുപ്പള്ളിയിൽ വരെ പോയി മെഴുകുതിരി കത്തിച്ചു. കോവളത്തെ ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ഒരു MLA ആണല്ലോ വിൻസെൻ്റ് പുതുപ്പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ചു. അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ പറയുകയാണ്, ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ആളുകൾ ഭയക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടി എത്തിയിട്ടുണ്ട്. എന്തായാലും ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട ഈ കോൺഗ്രസിൽ എനിക്ക് തോന്നുന്നു കരുണാകരനൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും ഈ വിഴിഞ്ഞത്തിൻ്റെ പല കാര്യങ്ങളും ആലോചനകൾ നടന്നിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഉമ്മൻചാണ്ടിയുടെ പേരാണ് എപ്പോഴും ഇങ്ങനെ ഉയർന്ന് ഇങ്ങനെ കേട്ടത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി, ആൻ്റണി അതിനുശേഷം മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കേട്ടത് ഉമ്മൻചാണ്ടിയുടേതാണ്. ഏതാണ്ട് കോൺഗ്രസ്സുകാർ ഉറപ്പിച്ചു കഴിഞ്ഞു, കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ തന്നെ ഉമ്മൻചാണ്ടി നൽകിയതിൻ്റെ അത്രയും സംഭാവന മറ്റ് മുഖ്യമന്ത്രിമാർ നൽകിയിട്ടില്ല. കേരളത്തിലെ മറ്റ് മുഖ്യമന്ത്രിമാരെ വെച്ച് കണക്കിലെടുക്കുമ്പോഴും ഈ വിഴിഞ്ഞത്തിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ നൽകിയതിലും കൂടുതൽ സംഭാവനകൾ ഉമ്മൻചാണ്ടി നൽകിയെന്ന ഉറച്ചൊരു വിശ്വാസത്തിലാണ് കോൺഗ്രസ്സുകാർ. അത് അവർ കാര്യമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല, ഇതിലൊരു കാര്യമുണ്ട്. ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി പോലെയുള്ള വൻകിട പദ്ധതികളൊന്നും ചെറിയൊരു കാലഘട്ടത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ പറ്റുന്നതല്ല. നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ ഈ പിണറായി വിജയൻ സർക്കാരിനാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരും രണ്ടാം പിണറായി സർക്കാർ എന്നൊരു തുടർ ഭരണമുണ്ടായത്. അതിനു മുമ്പ് വരെ കേരളത്തിലെ ഒരു ഭരണത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഇരു മുന്നണികളും മാറി മാറി ഭരിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. 5 വർഷം UDF ആണെങ്കിൽ 5 വർഷം LDF ഭരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഏറെക്കാലം കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ മുഖ്യമന്ത്രിമാരുടെ ചില മാറ്റങ്ങൾ, ആൻ്റണിയും ഉമ്മൻചാണ്ടിയും അല്ലെങ്കിൽ കരുണാകരനും ആൻ്റണിയുമായിട്ടൊക്കെ ആ ഒരു കാലയളവിൽ മാറ്റം വന്നു അല്ലാതെ LDFും UDFും മാറി മാറി ഭരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുപോലുള്ള ഒരു വൻകിട പദ്ധതികൾ ഇതുപോലുള്ള 5 വർഷത്തെ ഒരു ഭരണ കാലയളവിൽ പൂർത്തീകരിക്കാൻ പറ്റുന്നതല്ല. അതായത് ഒരു സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച പദ്ധതിയാണെങ്കിൽ അത് പൂർത്തീകരിക്കുന്നത് അടുത്ത സർക്കാരിൻ്റെ കാലത്തായിരിക്കും. സ്വാഭാവികമാണത്. സർക്കാരുകൾ മാറുന്നു എന്നല്ലാതെ ഈ വികസനം അതൊരു തുടർച്ചയാണ്, അതിൽ മാറ്റമില്ലല്ലോ. വികസന തുടർച്ചയല്ലേ ഉണ്ടാകേണ്ടത്. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കെ എന്തിനാണ് ഈ അവകാശവാദത്തിന് വേണ്ടി ഇത്രമേൽ അല്പത്തരം കാണിച്ച് അവകാശവാദം ഉന്നയിക്കുന്നത് എന്ന ചോദ്യവും നമുക്ക് ഈ അവസരത്തിൽ തോന്നിപ്പോകുന്നതാണ്. നോക്കൂ, നമുക്കറിയാം ഈ വിഴിഞ്ഞം തുറമുഖം, വിഴിഞ്ഞത്തിൻ്റെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അതിൻ്റെ പ്രകൃതിദത്തമായ സവിശേഷതകൾ ഒരു തുറമുഖം എന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പണ്ട് രാജഭരണകാലത്ത് പോലും അതിന് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ സാങ്കേതിക പരിമിതികളൊക്കെ വെച്ചുകൊണ്ട് അന്ന് അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഭാരതം സ്വതന്ത്രമായതിനു ശേഷം, കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷവും പല സർക്കാരുകളും അതിനു വേണ്ടിയുള്ള ആലോചനകൾ നടത്തിയിട്ടുമുണ്ട്. അത് കെ കരുണാകരൻ്റെ കാലത്തുണ്ട്, EK നായനാരുടെ കാലത്തുമെല്ലാം ആ ആലോചനകൾ നടത്തിയിട്ടുണ്ട്. അതിന് ഏറ്റവും നിർണായകമായ ഒരു ചുവട് വെച്ചതാണ് 2015 കാലയളവിലുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായത്. 95 കാലത്ത് ആ ഭരണത്തിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ MV രാഘവൻ ഈ തുറമുഖത്തിൻ്റെ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്തും ഇതിന് വലിയ പ്രധാനപ്പെട്ട ഒരു ചുവട് വെച്ചതാണ്. കെ കരുണാകരൻ്റെ പേര് സ്മരിക്കുന്നു പോലുമില്ല. അത്തരം ആരംഭങ്ങളിലൂടെ, അതിൻ്റെ തുടർച്ചയിലൂടെ തന്നെയാണ് ഇത്തരം വലിയ പദ്ധതികളൊക്കെ ഏതൊരു രാജ്യത്താണെങ്കിലും ഏതൊരു സംസ്ഥാനത്താണെങ്കിലും യാഥാർത്ഥ്യമാവുന്നത്. അപ്പോൾ അതിനു വേണ്ടി ആലോചിച്ച, അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാ ഭരണാധികാരികളുടെയും ശ്രമഫലം കൂടിയാണ് ഇന്ന് ഈ യാഥാർത്ഥ്യമായിരിക്കുന്ന തുറമുഖം എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. 2015 കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് അന്ന് അദാനിയെ കൊണ്ടുവരികയും ഇതിന് തുടക്കമിടുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു നിർണായക ഘട്ടത്തിലേക്ക് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനം എത്തിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെയാണ്. അത് ഏവരും സമ്മതിക്കുന്ന കാര്യം കൂടിയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത്തരം അവകാശവാദങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് മറ്റാരെങ്കിലും കൊണ്ടുപോയാൽ ഉണ്ടാകുന്ന നഷ്ടമോർത്താണ് പലരും ഇതിനു വേണ്ടി ഇങ്ങനെ നിലവാരം കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ഒരു അല്പത്തരത്തിൻ്റെ രീതിയിൽ അവകാശവാദം ഉന്നയിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവിനെ, ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പ്രതിപക്ഷ നേതാവിന്
വളരെ വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥാനം തന്നെയാണുള്ളത്. പക്ഷേ ഇത്രയും വലിയ ഒരു ചടങ്ങ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിന് ക്ഷണമുണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് വലിയ വാർത്തകളിൽ ഇടം പിടിച്ചതിന് ശേഷം മാത്രമാണ് വി ഡി സതീശന് ഇൻവിറ്റേഷൻ ലഭിക്കുന്നത്. അതുമാത്രമോ, സംസ്ഥാനം കൊടുത്ത ലിസ്റ്റ് വെട്ടി BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ വേദിയിലിരുത്താൻ ആ തരത്തിൽ അതിൻ്റെ ലിസ്റ്റ് പുനഃക്രമീകരിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം പരസ്പരമുള്ള പരിഹാസത്തിനും എല്ലാം വഴിവെച്ചിട്ടുമുണ്ട്. ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. അദ്ദേഹം സദസ്സിലാണ് ഇരിക്കുന്നത്. ഞങ്ങളെല്ലാം ഇവിടെയുണ്ട്, സദസ്സിലാണ്, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വേദിയിലുമുണ്ട് എന്നത്. ഇത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളല്ല ഇത് ചെയ്തത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷ നേതാവിനെ അകറ്റി നിർത്തിയത് സംസ്ഥാന സർക്കാരാണെങ്കിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ വേദിയിലിരുത്തിയത് കേന്ദ്ര സർക്കാരാണ്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇങ്ങനെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ, ഇത്രയും വലിയൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ച് അത് രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ അല്ലെങ്കിൽ അധികാര സ്ഥാനത്തുള്ളവർ, ആ അധികാര കേന്ദ്രങ്ങളെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെല്ലാം ഇതിലൂടെ അപഹാസ്യരാകുകയും ചെയ്യുന്നുണ്ട്. അതെ, എന്തായാലും ഈ ഇദ്ദേഹം ഇങ്ങനെ ഞങ്ങൾ സദസ്സിലും അദ്ദേഹം വേദിയിലുമുണ്ട് എന്ന് പറയുന്ന മുഹമ്മദ് റിയാസിൻ്റെ ആ പോസ്റ്റ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷെയർ ചെയ്യുകയും അദ്ദേഹം അതിൻ്റെ രസകരമായൊരു കുറിപ്പ്, അതിനെ ഒരു തമാശയായി കണ്ടാൽ മതിയെങ്കിലും നിങ്ങളുടെ സർക്കാരിൻ്റെ 4ാം വാർഷികത്തിന് നിങ്ങളുടെ മുന്നണിയുടെ കൺവീനർ സ്റ്റേജിലുണ്ടാകുന്നത് സ്വാഭാവികമല്ലേ എന്ന ഒരു പരിഹാസം കലർന്ന, പ്രത്യേകിച്ച് നമ്മളെ ഈ CJP എന്നൊക്കെ പറഞ്ഞ്, അതായത് പിന്നെ BJPയും CPMും തമ്മിൽ ഇവിടെ വലിയ രീതിയിലുള്ള അന്തർധാര സജീവമാണ് എന്നതാണ് കോൺഗ്രസ് എപ്പോഴും പറയാറുള്ളത്. എന്തായാലും ആ തരത്തിൽ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു തമാശയുണ്ട്, എന്നാൽ അതിൻ്റെ ഉള്ളിലൊരു രാഷ്ട്രീയം കൂടിയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതുമാത്രമല്ല, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ ആളുകളുടെ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം, ഓരോ ആളുകളുടെയും പേരിലുള്ള പ്രത്യേകിച്ച് പോസ്റ്ററുകൾ, നന്ദി മോദി എന്നൊക്കെ പറഞ്ഞ് ഉള്ള പോസ്റ്ററുകൾ. അതേസമയം വിഴിഞ്ഞം നവകേരളത്തിൻ്റെ വിജയഗാഥ എന്ന് പറഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് തന്നെ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ പോസ്റ്ററിൻ്റെ അപ്പുറത്ത് തന്നെ വലിയൊരു പോസ്റ്റർ വെച്ചിട്ട് CPM പ്രത്യേകിച്ച് DYFI തിരുവനന്തപുരം ഒരു പോസ്റ്റർ സ്ഥാപിച്ചിട്ട് അതിൽ പറയുന്നത് 1ാം ഘട്ട നിർമ്മാണ ചെലവ് 8,867 കോടി രൂപ, അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം 5,595 കോടി രൂപ, അതായത് 62%. അതിനുശേഷം അദാനിയുടെ വിഹിതം 29%, അത് 2,454 കോടി രൂപയാണ്. സംസ്ഥാന സർക്കാർ അടച്ചു തീർക്കേണ്ട VGF ലോൺ 817 കോടി രൂപ, അതായത് 9%. എന്നിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം 0 രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ നിരവധി പേർ ഈ സ്റ്റാറ്റസ്, പ്രത്യേകിച്ച് ഇടതുപക്ഷ ഹാൻഡിലുകളിലൊക്കെ ഇത് അങ്ങേയറ്റം വലിയ രീതിയിൽ പ്രചരിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഈ വിഴിഞ്ഞത്തിൻ്റെ പിതൃത്വം ആരുടെ കുട്ടിയാണ് ഈ വിഴിഞ്ഞം എന്നുള്ളത് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. തമാശക്കാണെങ്കിൽ നമ്മൾ പറയും, ഇങ്ങനെ ഈ തർക്കമൊക്കെ വരുമ്പോൾ DNA ടെസ്റ്റ് ആണ് അതിനൊരു പരിഹാരമെന്ന് പറയുമെങ്കിൽ കൂടിയും ഇത് DNA ടെസ്റ്റ് ചെയ്യേണ്ട, ഇത് എൻ്റെ കുട്ടി തന്നെയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടവും തർക്കവും ഒക്കെയാണെന്ന് തോന്നുന്നു രാഷ്ട്രീയക്കാർ തമ്മിലിവിടെ നടക്കുന്നത്. ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ സാധാരണ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ആ പദ്ധതിയുടെ പിതൃത്വം അവകാശപ്പെടുന്നതിലൊക്കെ ഇത് ഞങ്ങളും കൊണ്ടുവന്നിരുന്നു, നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചു, എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ നിങ്ങളാണ് ചെയ്തത്, ഇത് ഞങ്ങളാണ് ചെയ്തതെന്നൊക്കെ പറയും. ഇത് പക്ഷേ പൂർണ്ണമായും ഇതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് മാത്രമാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. പ്രത്യേകിച്ച് ഈ ഉമ്മൻചാണ്ടിയുടെ കല്ലിടിയിൽ അത് വലിയ ട്രോളാണ്. ഉമ്മൻചാണ്ടി കല്ലിട്ടാണ് ഹിമാലയം വരെ ഉണ്ടായത് എന്നുള്ള ട്രോളൊക്കെ ഈ ഇടത് ഗ്രൂപ്പുകളിൽ, അതുപോലെ തന്നെ BJP ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ പ്രചരിക്കാറുണ്ട്. അല്ല, ഈ വിഴിഞ്ഞത്തിന് കല്ലിട്ട സമയത്ത് ദേശാഭിമാനി കൊടുത്ത ആദ്യ പേജിലെ ഹെഡ്ലൈൻ കടൽ കൊള്ള എന്നാണ്. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കടൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ടൊരു പുതിയ, അതുപോലെ തന്നെ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും, അതായത് മുഹമ്മദ് റിയാസിന്റെ ഭാര്യ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശിച്ചതുമെല്ലാം ഈ തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണത്തിൽ എല്ലാം ഇടം പിടിക്കുന്നുമുണ്ട്. അതെ, എന്തായാലും ഈ രീതിയിലൊക്കെ വിഴിഞ്ഞം വാർത്തകളിൽ ഇങ്ങനെ നിറയുകയാണ്. പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് അവിടെ ഈ വളരെ സാങ്കേതിക പരിജ്ഞാനമൊക്കെ വേണ്ട, വളരെ കൃത്യതയോടുകൂടി നിർവഹിക്കേണ്ട ജോലികളൊക്കെ ചെയ്യുന്നതിൽ വലിയൊരു വിഭാഗം ആളുകളും ഈ ക്രെയിൻ ഓപ്പറേറ്റേഴ്സൊക്കെ ആയിട്ടുള്ളവർ
സ്ത്രീകളാണ് എന്നുള്ളത് അഭിമാനകരമായ ആ പ്രദേശത്തുള്ള സ്ത്രീകൾക്ക് അവിടെ ജോലി അതെ അതെ അത് തീർച്ചയായിട്ടും അത് വളരെ വലിയ നല്ല കാര്യമാണ്. അത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഇത്തരം വലിയ ഒരു ഈ മദർഷിപ്പുകൾക്കൊക്കെ അടുക്കാവുന്ന, നമുക്ക് മറ്റ് രാജ്യങ്ങൾക്കൊന്നും ഇനി പൈസ കൊടുക്കാതെ തന്നെ മദർഷിപ്പ് നമ്മുടെ നാട്ടിലേക്ക് വന്ന് അവിടെ നിന്നും നമ്മുടെ മറ്റ് തുറമുഖങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഏറ്റവും നിർണായകമായ ചുവടുവയ്പ്പ് അതിൽ എനിക്ക് തോന്നുന്നു ഈ ഭാരതത്തിന്, നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ള ഏറ്റവും വലിയ സംഭാവന, ഒരു വികസന കാര്യത്തിലുള്ള ഏറ്റവും വലിയ സംഭാവനയാണ് വിഴിഞ്ഞം തുറമുഖം. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം ഈ സ്ഥലപരിമിതികളൊക്കെ കൊണ്ട് വലിയ വ്യവസായങ്ങളൊക്കെ വരാൻ ബുദ്ധിമുട്ടുന്ന ഒരു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വെല്ലുവിളികൾ നേരിടുന്ന ഒരു സംസ്ഥാനമാണ്. അങ്ങനെയുള്ള സംസ്ഥാനത്ത് സ്വാഭാവികമായി കടലിന് ആഴമുള്ള ഒരു സ്ഥലത്ത് നല്ല രീതിയിലൊരു തുറമുഖം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിനും അതിന് കേന്ദ്ര സർക്കാരിനും അദാനിയുടെ പോർട്ടിനും സ്വകാര്യ മുതലാളിയൊക്കെ ആണെങ്കിൽ കൂടിയും എല്ലാവരും കൂടെ ചേർന്ന് എന്തായാലും ഇത്രയും ചെയ്തു. അതുകൊണ്ട് കുറേയേറെ പേർക്ക് ജോലി കിട്ടുന്നു, കുറേയേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു, ജോലി കിട്ടുന്നു. അതെ, ആയിരക്കണക്കിന് ആളുകൾ. വലിയൊരു വികസന കുതിപ്പാണ് നമ്മുടെ നടക്കാൻ പോകുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അവകാശ തർക്കങ്ങളൊക്കെ. അതിൽ തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഭരണാധികാരികൾ അവർ ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇത്ര വലിയ അവകാശവാദം ഉന്നയിക്കുമ്പോൾ തിരിച്ചു ചോദിക്കേണ്ടത് മറ്റെന്തിനാണ് നിങ്ങളെ തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് എന്നാണ്. കാരണം ഇവിടുത്തെ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഇവർ ഈ രീതിയിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ഭരണം നടത്തുന്നത്. അക്കാലയളവിൽ നാട്ടിന് ഗുണകരമായ ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? ഞങ്ങൾ ഇത് ചെയ്തു എന്ന് അവകാശവാദം ഉന്നയിക്കുന്നതിൽ എന്താണ് കാര്യം? കാലത്തിന് അനുയോജ്യമായ, ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ തന്നെയാണ് ഓരോ ഭരണകൂടത്തെയും ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. അത് ഒരു വിഭാഗത്തിൽ നിന്ന് കിട്ടാതാവുമ്പോഴാണ് കേരളത്തിൽ പലപ്പോഴും മറുവിഭാഗത്തെ വീണ്ടും തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. ഇവിടെ രാജീവ് ചന്ദ്രശേഖറിന് ഇന്ന് ഉദ്ഘാടന വേദിയിൽ ഇടം കിട്ടിയത് ചർച്ചയാവുമ്പോൾ തന്നെ അതിനൊപ്പം സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാവുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് അന്നത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കുമ്മനം രാജശേഖരനും കൂടി അന്ന് പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും കൂടെ കൊച്ചി മെട്രോയിൽ കയറി യാത്ര ചെയ്ത ഒരു വാക്ക് തന്നെ അന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ ട്രോളിക്കൊണ്ടൊരു പ്രയോഗം തന്നെ മലയാളത്തിൽ അതിനുശേഷം ഉണ്ടാകുകയും ഉണ്ടായിട്ടുണ്ട്. അതിന് സമാനമായ ഒരു അവസ്ഥയാണ് ഇന്ന് വിഴിഞ്ഞത്തും നമ്മൾ കണ്ടത്. ഒരു ജനപ്രതിനിധി അല്ലാത്ത, ഒരു പഞ്ചായത്ത് അംഗം പോലും അല്ലാത്ത രാജീവ് ചന്ദ്രശേഖറിന് അവിടെ വേദിയിൽ ഇടം കിട്ടുന്നു. അതേസമയം സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് അവിടെ അവഗണിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. റിയാസൊക്കെ അതിൽ പറയുന്നത് ചില മന്ത്രിമാർക്ക് സീറ്റുണ്ട്, പക്ഷേ ധനമന്ത്രിക്ക് കൂടി വേദിയിൽ അവസരം കൊടുക്കേണ്ടതായിരുന്നു, വേദിയിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നൽകേണ്ടതായിരുന്നു എന്ന് മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ മന്ത്രിമാരെ ഇരുത്താൻ സാധിക്കില്ല, പക്ഷേ ധനമന്ത്രിയെ ഇരുത്തണമായിരുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ രാജീവ് ചന്ദ്രശേഖർ അവിടെ വന്ന് ഇരിക്കുമ്പോൾ റിയാസ് ഇങ്ങനെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നതുണ്ട്. അത് വളരെ രസകരമാണ്, വളരെ കൗതുകകരമായി തോന്നി. മറ്റ് സീറ്റുകളിലൊന്നും ആരുമില്ല, രാജീവ് ചന്ദ്രശേഖർ മാത്രം ഇവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. പക്ഷേ താഴെ നിന്ന് പ്രവർത്തകർ അത് കുറേയേറെ പേർ വിളിക്കുന്നുമുണ്ട്. ഒരു കാര്യം കൂടെ പറയട്ടെ, എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പൊരിക്കൽ ഇങ്ങനെ കണ്ടതാണ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ വീണ ജോർജ് വയനാട്ടിലൊരു ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി വരികയും അവിടെ പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്തു. അതുമായി ബന്ധപ്പെട്ടൊരു തർക്കമൊക്കെ ഉണ്ടായപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ വന്നൊരു കമൻറ്റാണ്, സത്യത്തിൽ ഉദ്ഘാടനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പദ്ധതിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയുടെ ജനങ്ങളുടെ പൊതു നികുതി പണം ഉപയോഗിച്ച് നടത്തുന്ന ഉദ്ഘാടനം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആവശ്യമല്ല, ജനങ്ങളുടെ ആവശ്യമേ അല്ല ഉദ്ഘാടനം എന്ന് പറയുന്നത്. അത് MLAയുടെ അതെ ആ പദ്ധതിയാണ് ജനങ്ങളുടെ ആവശ്യം. ഈ ഉദ്ഘാടനം എന്ന ആവശ്യം MP-മാരുടെ MLA-മാരുടെ മന്ത്രിമാരുടെയൊക്കെ മാത്രം രാഷ്ട്രീയ താല്പര്യമാണ്. ഞങ്ങളാണ് ഇത് കൊണ്ടുവന്നത് എന്ന് ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യം മാത്രമാണ് ഈ ഉദ്ഘാടനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നിർമ്മാണം കഴിഞ്ഞ പാലം തുറന്നു കൊടുക്കാതെ ഇടുന്നൊരു അവസ്ഥയുണ്ട്. കാരണം മന്ത്രിയുടെ ഡേറ്റ് കിട്ടിയിട്ടില്ല എന്നത് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു മന്ത്രി വന്ന് പ്രത്യേകിച്ച് അത് ഉദ്ഘാടനം ചെയ്ത് ചെണ്ടയൊക്കെ കൊട്ടി കുറച്ച് ലഡുവൊക്കെ ഇതിൻ്റെ പേരിൽ വിതരണം ചെയ്ത് ശരിയൊരു സന്തോഷത്തിന് വേണ്ടിയാണെങ്കിൽ ചെയ്തോളൂ. പക്ഷേ ഇതിനുവേണ്ടി ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് മന്ത്രിമാരുടെ ഡേറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടക്കാത്തത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം RCCയിൽ അവിടെ പുതുതായി സ്ഥാപിച്ച ഏതോ ഒരു ഉപകരണം അത് ഉദ്ഘാടനം ചെയ്യാൻ ആരോഗ്യമന്ത്രിയെ വിളിച്ചില്ല എന്നതിൽ അവരുടെ പരിഭവവും വാർത്തകളിൽ വന്നിരുന്നു. അതെ, എന്തായാലും ഇത്ര അങ്ങ് പരിഭവിക്കത്തക്കവണ്ണം എന്താണ് ഇതിലുള്ളത്? നിങ്ങളുടെ പണം എടുത്താണോ അത് വാങ്ങിയത്?
നിങ്ങളുടെ പണമെടുത്താണോ ഈ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത്? നിങ്ങളുടെ പോക്കറ്റിൽ നിന്നുള്ള പണമെടുത്താണോ ഈ സംസ്ഥാനത്തിൻ്റെ കടം വീട്ടുന്നത്? അല്ലല്ലോ, നിങ്ങൾ കടം വരുത്തി വയ്ക്കുന്നവരും അത് വീട്ടാനിവിടെ ജനങ്ങളുമാണുള്ളത്. നിങ്ങളുടെ സംഭാവന അതിലില്ല എന്ന് പറയുന്നില്ല. എല്ലാവരും കൊടുക്കുന്നത് പോലെയുള്ള തുകകളൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. നികുതി പണം നിങ്ങൾ അടയ്ക്കുന്നുണ്ട്, എല്ലാവരുടെയുമാണ്. പക്ഷേ അതിൽ ഇത്ര പരിഭവം പറയാൻ എന്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ഈ പിതൃത്വ തർക്കങ്ങൾ, ഈ വിഴിഞ്ഞത്തിൻ്റെ ഒരു DNA ടെസ്റ്റ് നടത്തണം എന്നുള്ള ആവശ്യം ഇതിനോടകം തന്നെ ശക്തമായിരിക്കുകയാണ്. എന്തായാലും അത്തരം ഒരു കാലത്ത് ഇത്തരമൊരു പദ്ധതി വന്നത് ഇതുകൊണ്ട് ആയിരക്കണക്കിന് പേർക്ക് ജോലി ലഭിക്കാൻ പോകുന്നത് ഒക്കെ ഏറെ സന്തോഷകരമായ കാര്യമാണ്. മുന്നിൽ അതെ, കേരളത്തിൻ്റെ ഒരു കവാടം തുറന്നു വെച്ചിരിക്കുകയാണ്. അത്രമേൽ വലിയൊരു പദ്ധതിയാണിത്. അതിൻ്റെ ഗുണവശങ്ങൾ നാളത്തെ തലമുറയ്ക്കും അനുഭവിക്കാനുള്ളതാണ്. അടുത്ത മില്ലേനിയത്തിലേക്കുള്ള പദ്ധതി എന്നാണ് പ്രധാനമന്ത്രി അടക്കം ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തത്. ആ തരത്തിൽ ഇതിന് വളർന്ന് പന്തലിക്കാൻ കഴിയട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം, ആശിക്കാം. എന്തായാലും മിഡിൽ ഗ്രൗണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.